കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കഴിഞ്ഞ ചില ആഴ്ചകളായി സഭാകാന്തനായ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളതായ വിലപ്പെട്ട ചിന്താവിഷയമാണ് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് ഏറ്റവും കൃത്യമായ നിലയിൽ നമ്മുടെ നിജസ്ഥിതിയെ വെളിപ്പെടുത്തുന്ന വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ധ്യാനിക്കുകയുണ്ടായി. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സഭാകാന്തൻ വിശ്വസ്തനാണ് എന്നുള്ളതുകൊണ്ട് സഭാംഗങ്ങളായ നമുക്കും വിശ്വസ്തരായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കണം. ആ ബന്ധത്തിൽ നമ്മൾ ചില മേഖലകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർത്ത് വരികയായിരുന്നു. വാക്കിലുള്ള വിശ്വസ്തയുടെ പ്രാധാന്യം 12-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വിശദമായിട്ട് ഓർത്തു. രണ്ടാമത്തെ കാര്യവും നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചിരുന്നു. ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിട്ട് ഇരിക്കണം. യൂദ പ്രബോധിപ്പിക്കുന്നത് പോലെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം. പോരാടിയും അത് സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പ്രമാണങ്ങൾ വെളിപ്പെടുത്തിയിട്ട് അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഈ പ്രമാണങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ദൈവം വെളിപ്പെടുത്തുന്നൊരു കാര്യം, അനുഗ്രഹവും ശാപവും പ്രമാണങ്ങളോടുള്ളതായ അനുസരണത്തിലും അനുസരണക്കേടിലുമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം ഒരാൾ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമോ എന്നുള്ളത് സംശയിക്കേണ്ട ആവശ്യമില്ല. അനുഗ്രഹം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ വിശ്വാസ സത്യങ്ങളെ ഏറ്റവും വിശ്വസ്തയോടുകൂടി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് തുടങ്ങിയായിരുന്നു. കർത്താവ് തന്ന ശുശ്രൂഷയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ സത്യം അതിലേക്ക് നമ്മൾ വന്ന് ചില കാര്യങ്ങൾ ഓർത്തിരുന്നു. അതിലൊരു മാതൃകാ പുരുഷനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. അവിടെ ആ ദൈവദാസൻ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിജയകരമായി നിർവഹിക്കേണ്ടതിനു വേണ്ടി ഏതു വിലയും കൊടുക്കാൻ പൗലോസ് ഒരുക്കമാണ്. നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വില അതാണ്, ജീവൻ. അതിനപ്പുറമൊന്നും കൊടുക്കേണ്ടതായിട്ട് വരികയില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ആ വാക്ക് നമുക്കൊന്ന് അടിവരയിട്ട് സൂക്ഷിക്കാം. അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു കാര്യം വിജയകരമായി പൂർത്തീകരിക്കേണ്ടതിനു വേണ്ടി ഏതു വിലയും കൊടുക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഒടുവിൽ ഞാൻ തിടുക്കത്തിൽ ആ വാക്യത്തിൻ്റെ ഒരു നിവൃത്തി കൂടി സൂചിപ്പിച്ചാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കാനിടയായിട്ട് തീർന്നത്. അദ്ദേഹത്തെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചു എന്നുള്ളത് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം
തികച്ചു. അപ്പോൾ ഓട്ടം തൻ്റെ ശുശ്രൂഷയാണ്. ഇപ്പോൾ കർത്താവ് കൊടുത്ത ശുശ്രൂഷ തികച്ചു എന്നുള്ളതായ പ്രാഗൽഭ്യത്തോടു കൂടിയാണ് താൻ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ്. ഇപ്പോൾ താൻ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് താൻ തിരിച്ചറിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മരിക്കാനായിട്ട് പോവുകയാണ്, മരണം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് ആ ദൈവദാസൻ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് താൻ തിരിഞ്ഞു നോക്കി തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്തുകയാണ്. വിലയിരുത്തിയാണ് ഈ 3 വാക്കുകൾ പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമുക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ, ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. ഇവിടെ പൗലോസിന് ഈ കാര്യത്തിൽ ഒരു മനോഹരമായ മാതൃക ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് സൂചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ മാതൃക ആരായിരുന്നു? കർത്താവായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. അപ്പോൾ കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും പൗലോസിൻ്റെ വളരെ മനോഹരമായ മാതൃകയാണ്. നമുക്കും അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള മാതൃക. പൗലോസിനെ പോലെ ജീവിച്ച ആളുകളുടെ മാതൃകകൾ പിൻപറ്റാം, പക്ഷേ കണ്ണടച്ച് പിൻപറ്റാവുന്ന മാതൃക ആരുടെ മാതൃകയാണ്? കർത്താവിൻ്റെ മാതൃകയാണ്. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 വാക്യങ്ങൾ നമ്മളവിടെ ഒന്ന് നോക്കിപ്പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സത്യം നമ്മളവിടെ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. യോഹന്നാൻ 4. അപ്പോൾ അവിടെ കർത്താവിന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം. അപ്പോൾ അവിടെ പിതാവ് എന്നല്ല പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് ഓർത്തിട്ടുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യണം. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്യുമ്പോൾ പൂർത്തീകരിക്കാനുള്ള ചില ഇഷ്ടങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കർത്താവിടെ പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം എന്താണ്? ആഹാരമാണ്. കാരണം അതെന്തൊക്കെ പറഞ്ഞാലും അത് നമുക്കങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. ഒഴിവാക്കി ആരോഗ്യപരമായിട്ട് ജീവിക്കാനും പറ്റുകയില്ല. അപ്പോൾ ഇവിടെ കർത്താവ് ഈ സത്യം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ബന്ധത്തിൽ വേറിട്ട് ഓർത്തായിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്നുള്ളത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ആര് തീരുമാനിച്ചിട്ടുണ്ട്? ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ സങ്കീർത്തന വാക്യത്തിൽ നിന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ ഇഷ്ടം മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം
വിജയകരമായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം അത് മനസ്സിലാക്കി അത് നിവർത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഒരാൾക്ക് ലഭിക്കാൻ ഇടയായിട്ട് തീർന്നാൽ ഈ ദൈവേഷ്ടം തിരിച്ചറിയാനുള്ള വലിയ ആഗ്രഹവും സമർപ്പണവും ദൈവസന്നിധിയിൽ സൂക്ഷിക്കും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിവർത്തിക്കണമെന്നുള്ളതല്ലാതെ അതിനപ്പുറം വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ വലിയൊരു ജീവിത ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ലോകത്തിലുള്ള ആളുകൾക്ക് പല പല ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് മനസ്സിലാക്കി അത് പൂർത്തീകരിക്കണം എന്നുള്ളതായിരിക്കണം ആ ദൈവപൈതലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. ഈ പാപത്തിനൊരർത്ഥം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യം തെറ്റിക്കുന്നതാണ് പാപം. മിസ്സിങ് ദ മാർക്ക്. ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് ആളുകളെ പിശാച് വ്യതിചലിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ലക്ഷ്യം തെറ്റുമ്പോൾ നമ്മൾ ശരിക്കും പാപത്തിൽ അകപ്പെടാനിടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരണം കൂടെ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായ ശരിയായ ജീവിത വീക്ഷണത്തിൻ്റെ മഹത്വം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാനൊരു ഈ വാക്കുകൾ ഇപ്പോൾ പറയുമ്പോൾ ഒരു പ്രസിദ്ധനായ ഒരാൾക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതായൊരു ഉത്തരം ഓർമ്മയിൽ വരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു പാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കുറച്ചൊരു ഉത്തരം പറയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, പാട്ട് പാടാനായിരിക്കും എന്ന് ഒരു വേഗമായിട്ടുള്ളൊരു ഉത്തരം പറയാനിടയായിട്ട് തീർന്നത് കേട്ട ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ തങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ലോകത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അവർക്കൊരു കാര്യത്തിൽ പ്രാവീണ്യം വേണ്ടി അതങ്ങ് ചെയ്ത് അവസാനിക്കണമെന്നുള്ളതായ ആഗ്രഹമേ ഉള്ളൂ. പക്ഷെ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതം എന്തോ ഒരു വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രൂപരേഖ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് മനസ്സിലാക്കി ആ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് ഇരിക്കേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് അത് പൂർത്തീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അത്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്ത് മനോഹരമായിട്ടുള്ളതായ വാക്കുകളാണത്. അവിടെ കർത്താവ് പിതാവിനോടുള്ള പ്രാർത്ഥനയാണല്ലോ 17-ാം അധ്യായത്തിലെ വിഷയം. അപ്പം നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ വാക്കിൻ്റെ പ്രതിധ്വനിയല്ലേ പൗലോസിൻ്റെ വാക്കുകളിൽ, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു. അപ്പോൾ പൗലോസിനെ വളരെയധികം സ്വാധീനിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയും ആ ജീവിതത്തിൽ നിന്ന് ആ ദൈവഭക്തൻ ഉൾക്കൊണ്ടതായ മനോഹരമായ മാതൃകയും നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച, കർത്താവ് തന്ന ശുശ്രൂഷ അതിൽ വിശ്വസ്തയോടുകൂടി പൂർത്തീകരിക്കണം എന്നുള്ളതായ ഏകാഗ്രതയോടെ ജീവിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസ് കർത്താവിനെ അനുകരിച്ചു. നമുക്ക് കർത്താവിനെയും അനുകരിക്കാം, പിന്നെ പൗലോസിനെയും അനുകരിക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ എന്നുള്ളതായ ആ വലിയ ആഹ്വാനം നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കുകയുണ്ടായി.
കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ തലമുറയിലും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനതയിലും പൗലോസ് നൽകിയ മാതൃകയിലും തങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളതായ ആ ഓട്ടം തികയ്ക്കാനുള്ള ഏകാഗ്രതയിൽ ജീവിച്ചിട്ടുള്ളതായ ദൈവഭക്തന്മാർ ഉണ്ട്. എല്ലാ തലമുറയിലും ഉണ്ട്. അതുകൊണ്ട് ഈ തലമുറയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ദാവീദിനെക്കുറിച്ചുള്ളൊരു പരാമർശം നമ്മൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. പ്രവൃത്തി 13 പരാമർശം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ തലമുറയിൽ നമ്മെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളതായ ഈ വലിയ നിയോഗം കൃത്യമായി മനസ്സിലാക്കി ആ നിയോഗ നിർവഹണത്തിൽ ഏകാഗ്രതയോടെ ഏർപ്പെടാനായിട്ട് സാധിക്കട്ടെ. ഞാനിങ്ങനെ ഓർപ്പിക്കുന്നു, നമ്മൾ ആകാശത്തെ കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുന്ന ആളുകൾ ആയിരിക്കരുത്. അങ്ങനെ പൗലോസ് ഒരു പ്രയോഗം പറയുന്നുണ്ട്. നമ്മളങ്ങനെ എല്ലാ കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. അത് മനസ്സിലാക്കി അതിലുറ്റിരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ സൗഖ്യമാക്കപ്പെട്ടൊരു ഭൂതഗ്രസ്തൻ്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലും ഉണ്ട്. മർക്കോസ് 5-ൽ ഇത് വായിക്കുമ്പോൾ അവന് കർത്താവ് അതിശയകരമായ വിടുതലാണ് കൊടുത്തത്. അപ്പോൾ വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിനോട് കൂടെ പോകണം. നല്ല ആഗ്രഹമല്ലേ അത്? നല്ല ആഗ്രഹമാണ്. കാരണം ഇതുവരെ കല്ലറകളിലെല്ലാം സുഖമില്ലാതെ ബോധമില്ലാതെ ഓടി നടന്ന ഈ ആൾ ഇപ്പോൾ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ പോരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു നല്ല ആഗ്രഹമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരണ്ട, നീ നിൻ്റെ സ്ഥലത്ത് പോയി അവിടെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ അവിടെ കർത്താവ് ഒരു വലിയ പാഠം വെളിപ്പെടുത്തുകയായിരുന്നു. കർത്താവിൻ്റെ കൂടെ ഒത്തിരി പേര് പോകണ്ട്, ഒത്തിരി പേര് കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്, ഇവനും പോകാൻ ഒരുക്കമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യേണ്ടത് എൻ്റെ കൂടെ പോരുക എന്നുള്ളതല്ല, നീ നിൻ്റെ നാട്ടിൽ പോയി അവിടെ സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സമയം നഷ്ടമാക്കി കളയരുത്. എല്ലാ നല്ല കാര്യം നമ്മളെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായ ഉത്തരവാദിത്വം, നമ്മുടെ വിഷയബന്ധം ഞാൻ പറയട്ടെ, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായ ശുശ്രൂഷ അത് പൂർത്തീകരിക്കുക എന്നുള്ളതായ ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രത സൂക്ഷിക്കാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഓരോ തലമുറയിലും അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടിൻ്റെ ലൈൻ എൻ്റെ ഓർമ്മയിൽ വന്നു. നമുക്കറിയാവുന്നൊരു പാട്ടായതുകൊണ്ട് ഒരു ലൈൻ അങ്ങ് പാടാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ ജീവനെയും വയ്ക്കുവാൻ നാഥൻ കൽപ്പിക്കൽ, സന്തോഷത്തോടൊരുങ്ങും ഞാൻ താൻ ക്രൂശിൻ ശക്തിയിൽ, നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ, വാടാക്കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ. ഞാൻ കണ്ടു വലിയ സൈന്യമാം വിശ്വാസ വീരരെ, പിൻചെല്ലും ഞാനും നിശ്ചയം ഈ ദൈവ
ധീരരേ നല്ല പോൽ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ. അപ്പോൾ ആ ഭക്തൻ പറയുന്ന വാക്കുകൾ നമ്മൾ പൗലോസിൻ്റെ വാക്കുകൾ വായിച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഇവിടെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവൻ വയ്ക്കാനായിട്ട് എൻ്റെ നാഥൻ കൽപ്പിച്ചാൽ ഞാൻ സന്തോഷത്തോടെ അതിനായിട്ട് വരുന്നു. എന്നിട്ട് ഞാൻ അടുത്ത ലൈനും കൂടെ പാടാനിടയായിട്ട് തീർന്നതിൻ്റെ കാര്യം, ഞാൻ കണ്ടു വലിയ സൈന്യമാം വിശ്വാസ വീരരെ. അങ്ങനെ കഴിഞ്ഞ തലമുറയിൽ ഓട്ടം കൃത്യമായി തികച്ച വീരന്മാരെ ഈ ദൈവദാസൻ കാണുകയാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വലിയ ഗണം ഉണ്ട്. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, എന്നെ അനുകരിക്കണം, പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളണം. അപ്പോൾ ആ തലമുറയിൽ തന്നെ അങ്ങനെ ആ മാതൃക സൂക്ഷിച്ച ഭക്തന്മാരുണ്ടായിരുന്നു എന്നുള്ളത് പൗലോസ് അവിടെ വെളിപ്പെടുത്തുക. താൻ മാത്രമല്ല, വേറെ പല ഭക്തന്മാരുണ്ട് എന്നുള്ളതായ സത്യം അവിടെ വെളിപ്പെടുത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഏതു വിലയും കൊടുത്ത് പൂർത്തീകരിക്കാനുള്ളതായ ആഴമേറിയ സമർപ്പണത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനൊരു ഗ്രഹപാഠം കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു വിട്ടായിരുന്നു, നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മെ ആക്കിയുള്ള സഭയിൽ കർത്താവ് നമുക്ക് ചില കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന കൃപാവരം നല്ലതാണെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് നമ്മൾ കണ്ടുപിടിച്ചതല്ല. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒത്തിരി വിശദമായൊരു കാര്യമാണെങ്കിലും ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ വലിയ സത്യം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. 12-ന്റെ-11-ാമത്തെ വാക്യം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. എന്ത് ഭംഗിയായിട്ടാണ് ആ സത്യം പറയുന്നത്. അവനവന് അതത് വരം പകുത്ത് കൊടുക്കുകയാണ്. ആരാ പകുത്ത് കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് പകുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതതിൻ്റേതായ പ്രവൃത്തി ഉണ്ട്. അത് ദൈവം തൻ്റെ സൃഷ്ടിയിൽ ആ പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഈ 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരവയവം മറ്റേ അവയവത്തിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ആ ജോലി നടക്കില്ല, ഈ ജോലിയും നടക്കുകയില്ല. അത് കൃപാവരങ്ങളുള്ള ബന്ധം വളരെ ശരിയാണ്. ദൈവം ഒരാൾക്ക് കൊടുത്തിട്ടുള്ള കൃപാവരം വിനയത്തോടെ ജ്വലിപ്പിച്ച് കർത്താവ് ഏൽപ്പിച്ച കാര്യം നന്നായി ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചില കൃപാവരങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ ആദരവൊക്കെ കിട്ടുന്ന കൃപാവരങ്ങൾ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലേക്കൊരു ചെറിയ ആഗ്രഹവും മോഹമൊക്കെ തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. ആ മോഹത്തെ നമ്മൾ കൃപയോടെ അതിജീവിക്കുവാൻ ഇടയായിട്ട് തീരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപാവരം ഏതാണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ജ്വലിപ്പിക്കുവാനും അതിൽ ഉറ്റിരിക്കാനും സാധിക്കണം. ഇവിടെ തെറ്റുപറ്റുന്നില്ലെന്നുള്ളത് നമുക്ക് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഈ വിഷയം ലളിതമായി മനസ്സിലാകുന്ന നിലയിൽ നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉപമയിൽ നമ്മുടെ ചിന്താവിഷയത്തിലെ വാക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉപമയൊന്ന് പരിചയപ്പെടുത്തി പോകാം എന്ന് വിചാരിക്കുക. ആ ഉപമയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള പ്രതിപാദനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ
14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഉപമ നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ റെഫറൻസ് കുറിച്ചിട്ടാൽ മതി, അതിപ്പോൾ നമ്മൾ വായിക്കുന്നില്ല. ഒത്തിരി വാക്യങ്ങളുണ്ട്, നമുക്ക് തന്നെ നല്ല പരിചയമുള്ള വാക്യങ്ങളും ആയിരിക്കും. അപ്പോൾ അവിടെ യജമാനൻ താലന്തുകൾ ഏൽപ്പിച്ചിട്ട് പോയി. ആദ്യത്തെ ആൾക്ക് 5 താലന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് 2 താലന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ താലന്ത് വെള്ളിയാണോ സ്വർണ്ണമാണോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഒരു താലന്ത് 40 കിലോയിലധികം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 താലന്തൊക്കെ കിട്ടിയ ആൾക്ക് നല്ലൊരു വക ഈ യജമാനൻ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്തു, വേറെ 5 കൂടി നേടി. അപ്പോൾ നോക്കണേ, എന്ത് ത്യാഗപൂർണമായിട്ടാണ് തൻ്റെ ആ അധ്വാനം താൻ സൂക്ഷിക്കാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ ഇന്ന് രാത്രി ചേർത്ത് ഓർപ്പിക്കട്ടെ, കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരം അത് ഫലകരമായി ഉപയോഗിക്കുന്നതിന് അതിനു വേണ്ടിയുള്ള ബദ്ധപ്പാടുകളോ അധ്വാനങ്ങളോ ത്യാഗപൂർണമായി ചെയ്യാനായിട്ട് സാധിക്കണം. ഞാനൊരു വാക്യം എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഇടയ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ 1 തിമോഥെയോസ് 5:17 ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ വിശേഷാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണം. അപ്പോൾ അവിടെ ഞാനൊരു വാക്ക് പറയാൻ വേണ്ടിയാണ്. ഈ വചനത്തിനും ഉപദേശത്തിലും എന്തു വേണം? അധ്വാനം വേണം. അപ്പോൾ ആ കൃപാവരം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ രാവും പകലും കിടന്നുറങ്ങിയിട്ട് പ്രസംഗം പറയാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതിൽ ചെയ്യേണ്ട അധ്വാനങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കൃപാവരത്തിനും ഇത് വളരെ പ്രസക്തമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അതിൽ ചെയ്യേണ്ട അധ്വാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ സമയം ലാഭിക്കാനായിട്ട് ഈ യജമാനൻ തിരിച്ചു വന്നപ്പോൾ ഈ 5 താലന്ത് കൊടുത്തവനോട് പറഞ്ഞ വാക്ക് 21-ാമത്തെ വാക്യത്തിലുണ്ട്. നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് വായിച്ചു പോകാം. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഈ കൊടുത്ത ഉത്തരവാദിത്വം, ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ഉത്സാഹത്തോടെ നിർവഹിച്ച് ജയാളിയായ ഈ ദാസനെ യജമാനൻ എന്തു പ്രശംസയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അവൻ എന്തുകൊണ്ടാണ് ജയിച്ചതെന്നുള്ളതിൻ്റെ ഒരു ക്ലൂ അവിടെ ഉണ്ട്. അവൻ വിശ്വസ്തനായിരുന്നു. തന്നെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ വ്യയം ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വായിക്കേണ്ട, ആദ്യത്തെ വാക്യം പോലെ തന്നെയാണ് ആ വാക്യം. 2 താലന്ത് ലഭിച്ച അവനോടും അവൻ വേറെ 2 നേടി, അവനോട് ഇതേ പ്രശംസയാണ് പറഞ്ഞത്. 5 താലന്ത് വാങ്ങിയവനിൽ നിന്ന് ഒരു കുറവും ഇവനുള്ള പ്രശംസയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവന് 2 യജമാനം കൊടുത്തായിരുന്നു. ആ 2 അവൻ വളരെ വിശ്വസ്തയോടെ ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചേർത്ത് പറയട്ടെ, നമ്മെ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്താൽ മതി. നമുക്ക് തന്ന ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടുകൂടി ഉത്സാഹത്തോടു കൂടി, നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളതുപോലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ നിർവഹിക്കാനായിട്ട് സാധിക്കണം. റോമർ 12:11 വാക്യത്തിലാണല്ലോ നാം അത് വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം.
ഇനി 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 താലന്ത് കൊടുത്ത ആളോടുള്ള വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അത് നിങ്ങളാരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. അപ്പോൾ അവിടെ എന്ത് ഗൗരവമായ വാക്കുകളാണ് ഈ യജമാനൻ പറയുന്നത്. ഇവനും വളരെ ഗൗരവമായുള്ള കഠിന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ യജമാനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതുപോലെ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുക, വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുക. അപ്പോൾ ഇവന് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത് ഈ യജമാനനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ യജമാനൻ നല്ല യജമാനനാണ്. അതുകൊണ്ട് ഈ യജമാനൻ ഏൽപ്പിക്കുന്ന കാര്യം ഇടം വലം നോക്കാതെ അത് നന്നായി ചെയ്താൽ മതി. ഞങ്ങളിപ്പോൾ വായിക്കുന്ന പോർഷനിൽ ആവർത്തന പുസ്തകത്തിൽ അതിൽ ഒരു യജമാൻ്റെയും ദാസൻ്റെയും വിശദീകരണമുണ്ട്. പുറപ്പാട് 21-ൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിലും അതേ വിശദീകരണം ഉണ്ട്. ആവർത്തന പുസ്തകമായതുകൊണ്ട് ഇവിടെ അത് ആവർത്തിച്ചിട്ടുണ്ട്. ഒരാൾ 6 വർഷം ഒരു യജമാനെ സേവിച്ചു. അപ്പോൾ 7-ാമത്തെ വർഷം ഇസ്രായേലിന് കൊടുത്ത പ്രമാണം അവനെ സ്വതന്ത്രനായിട്ട് വിടണം. അപ്പോൾ ഇവനോട് പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞ് അവനെ വിടണം. അങ്ങനെ വെറുതെ വിട്ടാൽ മാത്രം പോരാ, അവന് ആ 6 വർഷത്തെ അധ്വാനത്തിന് ഉതകുന്ന നല്ല പ്രതിഫലവും കൊടുത്ത് വേണം അവനെ വിടാനായിട്ട്. പക്ഷെ അവൻ പോകാൻ നേരത്ത് പറയുകയാണ്, ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിൽ ഈ ആവർത്തന പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇല്ലാത്തൊരു പ്രയോഗമുണ്ട്. അതെല്ലാം വളരെ സന്തോഷിപ്പിച്ചു. എനിക്കിതിനോട് സ്നേഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ നല്ല സുഖമാണ് എന്ന് പറഞ്ഞാൽ ഈ യജമാൻ്റെ വീട്ടിൽ അവന് വളരെ സുഖമുണ്ട്. എന്ത് തൃപ്തിയാണ് വാക്കിൽ, അല്ലേ? എന്തൊരു തൃപ്തിയാണ് ആ വാക്കിൽ. നമുക്ക് പലപ്പോഴും നമ്മളധികം സുഖമില്ല എന്നാണ് പറയാറ്. ഇവിടെ ഈ യജമാനനോട് ദാസൻ പറയും, എനിക്ക് ഈ വീട്ടിൽ നല്ല സുഖമുള്ളതുകൊണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ പോകുന്നില്ല എന്ന് തീർത്ത് പറയുകയാണ്. പിന്നെ എന്താ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അവൻ്റെ കാത് കൊണ്ടുപോയി തുളയ്ക്കുന്നു. പിന്നെ അവൻ എന്നേക്കും ഈ യജമാൻ്റെ ദാസൻ ആയിരിക്കും. ഞാൻ ആ വേദഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുമൊക്കെ അത് പഠിക്കാനും ചിന്തിക്കാനൊക്കെ ഇടയായിട്ട് തീർന്നു. എന്തൊരു നല്ല യജമാനൻ! പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ല യജമാനനാണ്. സ്നേഹിക്കാൻ കൊള്ളാവുന്ന യജമാനനാണ്. ആ യജമാൻ്റെ കൂടെ എല്ലാ സുഖവുമുണ്ട്. അതുകൊണ്ട് ഇവന് പൊക്കോളാൻ പറഞ്ഞാലും ഇവൻ പോകാൻ ഒരുക്കമല്ല. നമുക്കറിയാം, നമ്മൾ നമ്മുടെ കർത്താവിനെ യജമാനായിട്ട് കണ്ടെത്തി ഇനി പൊക്കോന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും പോകുമോ? നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ല. പത്രോസ് പറഞ്ഞ പോലെ, നിന്നെ വിട്ട് ഞങ്ങളെവിടെ പോകാനാണ്? നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കൽ ഉണ്ട്. സി.ടി. മത്തായിച്ചൻ പാടിയുള്ളതുപോലെ, നിന്നെ വിട്ടു പോകുവാൻ ഇന്നെനിക്ക് അസാധ്യം, ധന്യരാണ് കേവലം നിൻ ജനങ്ങളെന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യജമാനെ നമുക്ക് അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അവിടെ ഈ യജമാനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, യജമാനനിലുള്ള വിശ്വാസത്തിൽ, യജമാനോടുള്ളതായ സ്നേഹത്തിൽ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി ചെയ്തു തീർക്കുന്നതാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസ്ത ദാസന്മാരായി ഈ നാളുകളിൽ ആയിരിക്കാം. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കാം. ഇതിൻ്റെ ഒരു മറുവശം യിരെമ്യാവ് 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് നമ്മളാരും ആ ഗണത്തിൽ പെടുവാൻ ഇടയായിട്ട് തീരരുത്. നമ്മെ ഏൽപ്പിച്ച കാര്യം ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്യാം. ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ വായിച്ചതായ ഒരു സംഭവമോ കഥയോ ഓർമ്മയിൽ വരുവാനിടയായിട്ട് തീർന്നു. ഒരു മിഷണറി നെൽകൃഷിയൊക്കെ ചെയ്യുന്നതായൊരു മിഷണറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയൽ കൊയ്യാനായിട്ട് കൂലിക്കാരെ കൂട്ടി.
കൂലിക്ക് കൊയ്യാനായിട്ട് കൂട്ടി. അപ്പോൾ എന്തോരം കുറച്ച് കൊയ്താലും കൂടുതൽ കൊയ്താലും കൂലിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല മിടുക്കരായ കൊയ്ത്തുകാരുമൊക്കെ അത്ര ഉത്സാഹമായിട്ട് കൊയ്തില്ല. കാരണം അങ്ങനെ ഒത്തിരി ബന്ധപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു പെൺകുട്ടി അവൾ ഭയങ്കര ഉത്സാഹത്തോട് കൂടി കൊയ്യുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ മിടുക്കരായ ആളുകൾ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നായാലും കൂലിയാണ്, പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താണ് കാര്യം എന്നൊക്കെ അവളോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവളത് ഉത്സാഹത്തോടു കൂടി ചെയ്യാനിടയായിട്ട് തീർന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ ഈ മിഷണറി പറഞ്ഞു, അവരവർ കൊയ്തത് അവരവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോഴാണ് ഈ വടിയന്മാരായി നിന്ന ആളുകളുമൊക്കെ ആകെ അങ്ങ് ദുഃഖിതരായി. കാരണം അവർക്ക് കൊടുത്ത സമയം യജമാനുള്ള വിശ്വാസത്തിൽ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു ഇല്ലസ്ട്രേഷനാണത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം, ദൈവം നമുക്ക് തന്ന കൃപാവരം എല്ലാ ഉത്സാഹത്തോടും കൂടെ നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. അത് സാധിച്ചാൽ നമ്മുടെ യജമാനൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ യജമാൻ പ്രശംസിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസന്. ഇവിടെ ഈ ഒരു താലന്ത് കിട്ടിയവനോട് പറഞ്ഞ വാക്കുകൾ വലിയൊരു അപകട സൂചനയായിട്ടാണ് ഇരിക്കുന്നത്. യജമാനുള്ള അവിശ്വസ്ത അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അവൻ ചെയ്തത്, അതുകൊണ്ട് അവന് കിട്ടിയ താലന്ത് നിലത്ത് മറച്ച് വെച്ച് കുഴിച്ചിട്ടു. എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അവനെ വിളിച്ച പേരുണ്ട്, ദുഷ്ടനും മടിയനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഈ ഒരു താലന്ത് അത്ര കുറവൊന്നുമല്ല. അവനും വ്യാപാരം ചെയ്യാമായിരുന്നു. പക്ഷേ അവൻ വളരെ അവിശ്വസ്തയോടുകൂടി ആ ഒരു താലന്ത് കുഴിച്ചിട്ടു. അത് വാണിഭക്കാരയിൽ ഏൽപ്പിക്കാമായിരുന്നല്ലോ, ഞാൻ പലിശയോടുകൂടി വാങ്ങുമായിരുന്നല്ലോ എന്നൊക്കെ അവിടെ യജമാനൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ, ഏൽപ്പിച്ചിട്ടുള്ള കൃപാവരം എല്ലാ വിശ്വസ്തയോടും കൂടെ ജ്വലിപ്പിച്ച് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ തിമോത്തിയോസിന് പ്രബോധനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. ഇത് മൂടിവെച്ച് കളയാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് ഏറ്റെടുത്ത് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ആ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ സത്യം, വിശ്വസ്തന്മാർ ആദരിക്കപ്പെടും, അവിശ്വസ്തർ അനാദരിക്കപ്പെടുമെന്ന് മാത്രമല്ല, ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അതെന്തൊരു ഗൗരവമായിട്ടത് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള, തന്ന ഓട്ടത്തുള്ള ബന്ധത്തിൽ, ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഏറ്റവും വിശ്വസ്തരായിട്ട് ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് നമ്മുടെ യജമാനനെ കാത്തിരിക്കാനായിട്ട് നമുക്കേവർക്കും ദൈവാത്മാവ് കൃപ നൽകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയുടെ ഈ തലം നമുക്ക് സൂക്ഷിക്കാം. ഞാൻ അടുത്തൊരു തലം കൂടി ഇന്ന് പറഞ്ഞിടാം. അപ്പോൾ അടുത്ത ക്ലാസ് അവിടെ അങ്ങ് തുടരാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് ഏൽപ്പിക്കുന്ന സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. കർത്താവ് ഏൽപ്പിക്കുന്ന സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ
വിശ്വസ്തരായിരിക്കണം. നമുക്കറിയാം ഈ വിശ്വസ്തതയും അവിശ്വസ്തയും ഒക്കെ നമ്മുടെ തലമുറയിൽ ഏറെ ആളുകൾ ചിന്തിക്കുന്നത് ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലാണ്? നമ്മളീ പറഞ്ഞ വചനത്തോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലൊന്നും അല്ല, ലോകത്തിൽ ഈ തലമുറയിൽ ആളുകൾ അത് ചിന്തിക്കുന്നത്. പിന്നെ ഒരാളിപ്പോൾ വാങ്ങിയ കൊടുക്കില്ലാത്തൊക്കെ ഒരാളായാൽ ലോകത്തിലുള്ള ആളുകൾ സാധാരണ പോലെ പറയും ഇയാളൊരു വിശ്വസ്തനല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തലമുറയിലാണ് നമുക്ക് വിശ്വസ്തരായി സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കേണ്ടത്. അപ്പോൾ ഈ സാമ്പത്തിക മേഖലയിൽ വളരെ അവിശ്വസ്തതകൾ വ്യാപകമായുള്ളൊരു തലമുറയിൽ, അത് കാണുന്നൊരു തലമുറയിൽ ഒരാൾക്ക് ഏറ്റവും ശരിയായി ദൈവിക പ്രമാണങ്ങളെ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ആ സാക്ഷ്യത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വചനകാര്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ സാധാരണ മനുഷ്യരോട് ഇടപെടുന്നൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സമ്പത്തിൻ്റെ മേഖല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഏറ്റവും ശരിയായി നിൽക്കാനായിട്ട് സാധിക്കണം. ഈ ആവർത്തന പുസ്തകത്തിൽ അവരുടെ സാമ്പത്തിക നിയമങ്ങളൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. ചില നിയമങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളത് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആവർത്തനം 15-ാം അധ്യായത്തിലൊക്കെ നിൻ്റെ സഹോദരന് അത്യാവശ്യം ഒരു വായ്പ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? കൊടുക്കണം. അത് കർശനമായിട്ടുമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, എന്തൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നിയമങ്ങളാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നല്ല കാലത്ത് അവർ നോക്കി മറ്റ് ജാതികൾ അത്ഭുതപ്പെടുമായിരുന്നു. ഇന്നും അവർ നോക്കി അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഇതെന്താ ഇങ്ങനെ സാധിക്കുന്നത് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക രംഗത്തൊക്കെ ദൈവം കൊടുത്ത പ്രമാണം എന്തൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതായ പ്രമാണമായിരുന്നു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോകാൻ നമുക്കിപ്പോൾ സമയമില്ലല്ലോ. അതുകൊണ്ട് ഈ മേഖലയിൽ വിശ്വസ്തത സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ മേഖലയിലും വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തലമുറയിൽ 12-ാം സംഘത്തിൽ നമ്മൾ ഓർക്കണ്ടല്ലോ, ദൈവമേ രക്ഷിക്കണമേ, വിശ്വസ്തന്മാർ ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഇല്ലാതെ പോകുന്ന, കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ നാം ദൈവമക്കളെന്ന നിലയിൽ ഒരു ന്യൂനപക്ഷമായിരിക്കാം, നമുക്ക് വിശ്വസ്തരായിട്ട് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ സാക്ഷ്യമായിരിക്കും. ആ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് വരുന്ന ദിവസങ്ങളിൽ ജയാളികളായി സാക്ഷ്യം വഹിപ്പാൻ ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.